നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളി ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിക്കൊണ്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒത്തിരി നേരം നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീട്ടിലെ വിശേഷങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിന് മുന്നേ പ്രാവശ്യം ചെയ്തതുമാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് വീണ്ടും നിങ്ങളടുത്തേക്ക് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ അത് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇതിപ്പം ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരു പെൺകുട്ടികളും ഇല്ല. എല്ലാവരും ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ തൊട്ട് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. എനിക്കൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഉള്ളതാണ് കേട്ടോ. ഈ നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു ഹെയറുകളായിട്ട് ആദ്യം വരും കേട്ടോ. എനിക്കിവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇരുന്നത്. ഭയങ്കര ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആണുങ്ങളുടെ മാതിരി കൃതാവ് പോലെ ആയിരുന്നു ഇരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നാണക്കേടായിരുന്നു. കാര്യം കളയാൻ പേടിയായിരുന്നു. കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ടി വരുമോ എന്നുള്ളത്. അതുകൊണ്ട് എന്നാണെന്നറിയാം, ഞാനത് അങ്ങനെ തന്നെ അങ്ങ് നിർത്തുന്നതനുസരിച്ച് അതങ്ങ് വളർന്ന് 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 ഒരു ചുരുളിച്ചോട് കൂടി ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ തുമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടായിരുന്നു. കാര്യം ഒത്തിരി ഇങ്ങോട്ടേക്ക് കഴിയുമ്പോൾ അങ്ങ് വൃത്തികേടാവുമായിരുന്നു. ഇങ്ങനെ ഇവിടെ പുറകിലോട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ അതും ഇല്ല. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെയായി എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു കേട്ടോ. മീശയുള്ളതാണെന്നും എനിക്ക് മീശയുണ്ടെന്നും. അതുപോലെ മീശയും ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. നല്ല കട്ടിയിലായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്തതിനകത്ത് നല്ല വ്യക്തമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. ഷോർട്ട് വീഡിയോ അല്ല, ഷോർട്ട് ഫിലിം പോലത്തെ നമ്മൾ ചെറിയൊരു ഇത് ചെയ്തായിരുന്നു പിള്ളേരുമായിട്ട്. അതിനകത്ത് ഒക്കെ നല്ലപോലെ അറിയാൻ പറ്റും. നല്ലപോലെ ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴുണ്ട് ചെറുതായിട്ട്. ഞാൻ ഇപ്പോൾ ഇത് ചെയ്തിട്ട് 2 മാസമാകുന്നു കേട്ടോ. ഈ 2 മാസം കൊണ്ട് ചെറിയ പൊടി പൊടി പോലാണ് എനിക്ക് പിന്നെ കിളുത്ത് വന്നത്. അത് വലിയ കട്ടിയിലൊന്നുമല്ല. ആദ്യമേ ഭയങ്കര കട്ടിയിലായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് മഞ്ഞൾ നമ്മൾ സ്ഥിരമായിട്ട് തേച്ചിരുന്നെങ്കിൽ ഈ പൊടി പൊടി പോലുള്ളത് പോലും എൻ്റെ മുഖത്ത് കാണത്തില്ലായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് മഞ്ഞൾ തേക്കുന്നില്ലായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് ദിവസമൊക്കെ തേച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങ് മടിച്ചു. അപ്പം നമ്മൾ വെച്ചാൽ വലിയ കട്ടി കിളുത്ത് വരുന്നതായപ്പോഴത്തേക്കും ഞാൻ ഓർത്തു കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പം അത് വൃത്തികേടായിട്ടൊന്നുമില്ല. ആരും കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഇങ്ങനെ വൃത്തികേടായിട്ട് തോന്നത്തൊന്നുമില്ല. 2 മാസമായി ഞാൻ ചെയ്തിട്ട്. പക്ഷേ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ കിളുക്കും. പക്ഷേ എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഒരാഴ്ചക്കുള്ളിൽ ഇത് പിന്നെയും കിളുക്കുമെന്നൊക്കെ. പക്ഷേ അങ്ങനെ യാതൊരു പ്രശ്നം എനിക്ക് വന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര കട്ടിയിലായിരുന്നു. ഈ 2 സൈഡ് ഇങ്ങനെ കറുത്തിരിക്കുമായിരുന്നു. അത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് ചേർത്ത് ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്തു. പിന്നെ അത് അതുപോലെ തന്നെ കിളുത്ത് 2 ദിവസത്തിനുള്ളിൽ കിളുത്ത് കയറുമായിരുന്നു. അത് ഈ ഹെയർ മുഖത്തുള്ളവർക്കൊക്കെ അറിയാം. നമ്മളൊന്ന് ത്രെഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളത് അതിൻ്റെ ഇരട്ടിയിലാണ് തിരിച്ച് കയറുന്നത്. പക്ഷേ ഇതുണ്ടല്ലോ, ഇതങ്ങനെ ഒരിക്കലും വരത്തില്ല. അത് കളയുന്ന എങ്ങനെ വലിയ വേദനയില്ല. തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഹെയർ കളയാൻ ഭയങ്കര പെയിനാണ്. പിരിയം തന്നെ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര വേദനയാണ്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ നമ്മളെടുക്കാൻ ഭയങ്കര പെയിൻ ആയിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും വേദനയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാനും പറ്റും. ഒറ്റ ട്രിപ്പിന് തന്നെ ഇങ്ങനെ ഒടിച്ച് ഒന്ന് വലിച്ചപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് പൊക്കോളും. അത് നമുക്കത് കാണാം. നിങ്ങളത് പറിച്ച് കളഞ്ഞതിന് ശേഷം അത് നോക്കുക. നമ്മുടെ അതിൻ്റെ വേരോട് കൂടിയാണ് ആ ഒരു ഹെയർ റിമൂവ് ആവുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് കിളുത്തും വരത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അങ്ങനെ ചെയ്താൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, നമ്മുടെ മുഖത്തെ ഹെയർ ശരിക്കും കുറയുകയും ചെയ്യും. നമ്മൾ പിന്നെ പിന്നെ ഒത്തിരി കട്ടിയിലുള്ളവർക്കൊക്കെ ചിലപ്പം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ വീണ്ടും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യാം. അപ്പം അത് നല്ലപോലെ മാറ്റം വരും. എന്നാണെങ്കിലും നിങ്ങൾക്ക് 2 മാസത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് തൊടുകയേ വേണ്ടി വരത്തില്ല. അതുപോലെ ക്ലീൻ ആയിട്ട് ഇരുന്നുള്ളൂ മുഖം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ റിമൂവ് ആണ്. അപ്പം നമുക്കത് ഹെയർ റിമൂവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ആണ് കേട്ടോ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടത് 1 സ്പൂൺ പഞ്ചസാരയാണ്. ഞാനിപ്പോൾ അടുപ്പിൽ തീയൊന്നും കത്തിച്ചിട്ടില്ല. 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ നാരങ്ങയാണ് വേണ്ടത്. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു പകുതി നാരങ്ങ മതി കേട്ടോ. നീരുള്ളതാണെങ്കിൽ. നീരില്ലാത്തതാണെങ്കിൽ ഒരെണ്ണം മുഴുവനും എടുക്കാം. ഇതിപ്പോൾ നമുക്ക് നല്ല നീരുണ്ട്. ഒരു ശകലവും കൂടി അതിനകത്ത് ചേർക്കുന്നത് മതി. നല്ല നീരുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി കുരുവൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അതൊന്നെടുത്ത് കളഞ്ഞോട്ടെ. ഇനി ഇത് നമുക്കിനി ചെയ്യേണ്ടത് തീ കത്തിക്കുക. തീ കുറച്ച് വെക്കണേ. കുറച്ച് വെച്ചിത് ഇളക്കി കൊടുക്കുക. ഇച്ചിരി അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലതാണേ.
ഞാൻ സ്പൂണിട്ട് ഇളക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നാളൊരു ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്തപ്പം ഭയങ്കര ബഹളമായിരുന്നു. എല്ലാവരും കൂടെ സ്പൂണിട്ട് ഇളക്കി ഭയങ്കര സ്പൂണിട്ട് ഇളക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പം നമ്മുടെ ഒരു സ്റ്റിക്കിൻ്റെ സൈസ് നമുക്ക് ഒരെണ്ണം എടുക്കാം. നല്ലപോലെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ കട്ട പിടിച്ചതായി പോകും. നമ്മളിത് നല്ല വെളിച്ച ഈ നാരങ്ങ നീരുമായിട്ട് നല്ലപോലെ മിക്സ് ആകണം. നല്ലപോലെ ഒന്നും അതിൻ്റെ ഇപ്പം തിളച്ച് തുടങ്ങി. ഈ കളർ അങ്ങ് മാറും കേട്ടോ. ഈ കളറല്ല ഇതിന് വേണ്ടത്. നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ അന്നേരം ഓഫ് ചെയ്യരുത്. ഈ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ, ഒരുമാതിരി തന്നെ ഗോൾഡൻ ബ്രൗൺ കളറില്ലേ, അതുപോലെ ആകുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്യണേ. പിന്നെയും കുറച്ചും കൂടി ഇതിനകത്തിരുന്ന് ഇതങ്ങ് സെറ്റാകും. അതുകൊണ്ടാണ് ആ ഒരു കളർ ആകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ വെള്ളപ്പതയെല്ലാം മാറി പതയുടെ കളറൊക്കെ മാറി വരും. അങ്ങനെ നമ്മൾ എടുത്താലേ നമ്മുടെ മുഖത്ത് ഹെയർ കറക്റ്റായിട്ട് പോകത്തുള്ളൂ കേട്ടോ. ഇല്ലാതെ നമ്മളിത് ഒത്തിരി ടൈറ്റ് ആയാലും ഒത്തിരി ലൂസായിട്ട് നമ്മളിത് എടുത്താലും നമ്മുടെ മുഖത്തെ ഹെയർ പോകത്തില്ല. ഇപ്പം അതിനിടയിൽ ഇങ്ങനെ തന്നെ ഇത് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇതിപ്പോൾ എനിക്ക് ഈ മൂക്കിൻ്റെ താഴെ മാത്രം ഇച്ചിരി ഹെയർ ഇങ്ങനെയുള്ളൂ, ചുണ്ടിൻ്റെ ലിബിൻ്റെ മുകളിലായിട്ട്. അല്ലാതെ മുഖത്ത് നിറച്ചും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. ഒത്തിരി വേണ്ടവർ ഒത്തിരി എടുക്കുക. കുറച്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇത് പതഞ്ഞ് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് ഇളക്കുമ്പോൾ അറിയാം. ആ ഒരു തിക്നെസ് നമുക്ക് മനസ്സിലാവുമേ. ഇച്ചിരി ഇതായിട്ട് ഒത്തിരി നേരമല്ലേ വീഡിയോ അങ്ങ് ലെങ്ത് ആയിപ്പോവും. അതിൻ്റെ ആ കളറൊക്കെ മാറി വരാൻ തുടങ്ങി. ഇത് കണ്ടോ, ഒരു വെള്ള കളറൊക്കെ മാറി. ഒത്തിരി അങ്ങോട്ട് ഇതാകുന്നതിന് മുന്നേ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്നും എടുക്കാൻ പറ്റാത്ത പോലെ അങ്ങ് കട്ടിയായിപ്പോവും. ഇതിനി പാത്രത്തിൽ ഇരുന്ന് ഒന്നും കൂടെ അങ്ങ് സെറ്റാകും. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. പാത്രത്തിൽ ഇരുന്ന് ഒന്നും കൂടെ ഇത് സെറ്റാകും. ആ കളർ വീണ്ടും മാറും. കണ്ടോ, നേരത്തെ ഒന്നും കൂടെ ഒരു ഡാർക്ക് കളറായി. ഇത്രയും ഡാർക്ക് കളർ ആകുന്നതിനും വരെ നമ്മളിങ്ങനെ അടുപ്പിൽ വെച്ചുകൊണ്ടിരുന്നുള്ള കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇതങ്ങ് കട്ടി പിടിക്കും. നമുക്ക് പിന്നെ ഇത് മുഖത്ത് തേക്കാനും പറ്റത്തില്ല, ഒന്നുമില്ല. ഇതൊന്ന് ചൂടാറട്ടെ. ഒത്തിരി അങ്ങോട്ട് ചൂടാറണ്ട, ചെറു ചൂടോടുകൂടി വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇത് കണ്ടോ, അപ്പോൾ അതിൻ്റെ കളറ് ഈ ഒരു കളറാണ് വരേണ്ടത്. നമ്മുടെ കയ്യിലെയും കാലിലെയും ഒക്കെ കളയാം കേട്ടോ ഇതുകൊണ്ട്. ഇതുണ്ട്, ഇത്രയും ഒരു ലൂസാക്കി വേണം നമ്മളിത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒത്തിരി ഇതായിട്ട് എടുത്താണ്ടല്ലോ ഇതങ്ങ് കട്ടിയായിപ്പോവും. ഇപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട്. ഇത്രയും ലൂസാക്കി എടുത്താലേ നമുക്കിത് മുഖത്ത് തേക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. അതിന് നമ്മൾ നാരങ്ങാനീര് കൂടുതൽ ഒഴിക്കുക, പഞ്ചസാര കുറച്ചെടുക്കുക. അന്നേരം നമുക്ക് ഇതുപോലെ ലൂസായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല പശയായിട്ടിരിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇതുപോലൊരു തുണി എടുത്തേച്ച് ആ തുണിയിലോട്ടാണ് തേക്കുന്നത്. അത് നമ്മുടെ കോട്ടൺ തുണിയാണേലും മതി, ഏത് തുണിയായാലും കുഴപ്പമില്ല. ഇച്ചിരി നമുക്കിത് വലിച്ചൊന്ന് എടുക്കാനായിട്ട് പറ്റണം. ഇതിങ്ങനെ തുണിയിലോട്ട് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിന് വലിയ ചൂട് വരത്തില്ലേ. അപ്പോൾ നമുക്ക് മുഖത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. ഒരു മിനിറ്റോളം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ഇതൊന്ന്, ഒരു മിനിറ്റ് വേണ്ട, ഒരു 2 സെക്കൻഡ് ഒന്ന് ഇതാക്കി അതൊന്ന് സെറ്റ് ആകുമ്പോൾ നമുക്കറിയാം. എന്നിട്ട് ഇതിങ്ങനെ ഒറ്റ ഇതിന് വലിച്ചോണേ. വേദനയൊന്നുമില്ല കേട്ടോ, അങ്ങനെ വലിയ വേദനയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുണ്ടോ, പൊടി പോലുള്ളതെല്ലാം ഇനി പോന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ശകലം കൂടെ ഉണ്ട് കേട്ടോ.
അതും പോയി. നമുക്ക് കാണാം, ഇതിലിങ്ങനെ നോക്കിയാൽ കാണാം അതിൻ്റെ ഈ വേരോട് കൂടിയുള്ള ഇത് കാണാം നമുക്ക്. ഇത് നല്ല ഇതായിട്ട് പറിച്ചെല്ലാം കിട്ടും കേട്ടോ. ഒരു ഒട്ടലുണ്ട് ഇത് നമ്മൾ കെട്ടുമ്പോഴത്തേക്ക് നമുക്ക് അന്നേരം ഇതിപ്പോൾ ഒരെണ്ണം എടുത്ത് നമുക്ക് ഇതായി കഴിഞ്ഞാൽ അടുത്ത ഒരെണ്ണത്തിലേക്ക് നമ്മൾ വേറെ തുണി കൊണ്ട് എടുക്കുക. എനിക്ക് പക്ഷേ ത്രെഡ് ചെയ്തതിനേക്കാൾ ഇഷ്ടം ഇതാണ് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ വേദനയില്ല, ത്രെഡിങ് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി കട്ടിയിലെടുക്കണ്ട, ഇച്ചിരി ഒന്ന് ഇതായിട്ടെടുക്കുക. എന്നിട്ട് തൊട്ടിച്ച് കൊടുക്കുക. കണ്ടോ, തുണി ഇപ്പം ഞാൻ 2 മടക്കിലാണ് ഇട്ടേക്കുന്നത്. ചൂടൊന്നുമില്ല, ഒരു നമ്മുടെ മുഖത്ത് തൊടാവുന്ന ചൂടേ ഉള്ളൂ. ഒരുപാട് ചൂടിക്കൊണ്ട് മുഖത്തോട്ട് വെക്കല്ലേ കേട്ടോ. ചെറിയൊരിതിലേ ചെയ്യുള്ളൂ, ഒരുപാട് ചൂടിൽ മുഖത്തോട്ട് വെക്കരുത്. എന്നിട്ട് ഒന്ന് നമുക്കറിയാൻ പറ്റും, അതൊന്ന് ഉണങ്ങി നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ഒട്ടിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അന്നേരത്തേക്കുണ്ടല്ലോ ഒറ്റ വലിയങ്ങ് വലിക്കുക. സൗണ്ട് ഒന്നും കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ആ സൗണ്ട് കേൾക്കുന്നതിൻ്റെ വേദനയൊന്നും വരത്തൊന്നുമില്ല കേട്ടോ. വേദന വരുമെങ്കിൽ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യത്തില്ലല്ലോ. സൗണ്ട് കേൾക്കുന്നേ ഉള്ളൂ, അല്ലാതെ അത്രയ്ക്ക് വേദനയൊന്നുമില്ല. എന്നിട്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പം ഇനി ഈ സൈഡിൽ എടുത്തിട്ടില്ല കേട്ടോ, ഇവിടുത്തെ മാത്രം എടുത്തിട്ടുള്ളൂ. ഞാൻ കഴുകട്ടെ, കഴുകി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാവേ. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് ഉപ്പാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത്. ഇത് കണ്ട് ഇതിപ്പോൾ ഒരു മഞ്ഞൾ ഞാൻ മുറ്റത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്ന് കഴുകിക്കൊണ്ട് വന്നാണ്. എന്നിട്ട് ഈ ഉപ്പുമായിട്ട് ഇങ്ങനെ ഇട്ടൊന്ന് ഉരയ്ക്കുക. ഇതിൻ്റെ നീര് കിട്ടും കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കൊന്നും വേണ്ട, ഈ മഞ്ഞളുടെ ഈ നീര് തന്നെ മതി നമുക്ക്. ഇത് കണ്ടോ, അതിൻ്റെ നീര് കിട്ടി. ഇത്ര ഇപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള മഞ്ഞൾ എടുക്കുക, എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ. നല്ല കല്ലിൽ ഇങ്ങനെ ഉരച്ചെടുത്താൽ മതി, അല്ലാതെ മിക്സിയിലിട്ട് ഇനി അരച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഉപ്പ് നീരോട് വെള്ളം ചേർക്കാതെ വേണം എന്നാലും എടുത്താൽ. ഒരു കുഞ്ഞു ബോട്ടിൽ വെക്കാമെങ്കിൽ ദിവസം ഒരു ഇച്ചിരി ഉപ്പ് നീരോട് ചേർത്ത് നമുക്കിങ്ങനെ ദിവസം ചാലിച്ച് തേക്കാൻ എളുപ്പമുണ്ടേ. അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയിൽ ഇങ്ങനെ ഇടാമെങ്കിൽ അത്രയും കൂടെ നല്ലതാണ്. എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾ ആ കളഞ്ഞെടുത്ത് അത്രയും ഭാഗത്തേക്ക് നമ്മൾ ഈ മഞ്ഞൾ നല്ലപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രയും നേരം ഇരിക്കുക. നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുന്നേ അങ്ങ് തേച്ചാൽ മതി മുഖത്ത്. ദിവസം തേച്ച് കൊടുക്കണം കേട്ടോ, ദിവസം തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഈ പോയ ഹെയറൊക്കെ നമുക്ക് പിന്നെ കിളുത്ത് വരത്തില്ല. ഒത്തിരി കട്ടിയുള്ളവരുടെ മുഖത്താണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഇച്ചിരി പിന്നെയും വരും. അത് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്താൽ മതി, നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മാർക്കിടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഉപ്പും മഞ്ഞളും ഞാൻ ചെയ്ത പോലെ ആയിരിക്കില്ല ദിവസവും ചെയ്യുക. ഞാൻ ഇന്ന് ചെയ്താൽ ചിലപ്പോൾ നാളെ ചെയ്യില്ല, അങ്ങനെയൊക്കെ. എന്നിട്ടും എനിക്ക് അത്ര വലിയ കട്ടിയിലൊന്നും കിളുത്തൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ചെയ്യാഞ്ഞിട്ട് പോലും. അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കേട്ടോ, ഉറപ്പാണ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നേരത്തെയൊക്കെ ചെയ്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയുകയും കൂടെ ചെയ്യണം കേട്ടോ. എനിക്കെന്തും 2 മാസം ആയിട്ടും ഇതുവരെയായിട്ടും ആ ഒരു പഴയ രീതിക്കൊന്ന് കട്ടി കിളുത്ത് വരികയായിട്ട് ഒന്നും ചെയ്തില്ല. മുഖത്ത് പൊടി പോലും ഉണ്ട്, പക്ഷെ അറിയത്തില്ല നോക്കിയാൽ പോലും. അങ്ങനെയാണ് ഇതായിട്ടുള്ളത്. സാധാരണ നോർമൽ ഒരാളുടെ മുഖത്തുള്ള പോലെ ഉള്ളൂ, അല്ലാതെ മറ്റേത് എനിക്കങ്ങ് നാണക്കേടായിരുന്നു, അതുപോലെ ഉണ്ടായിരുന്നു മുഖത്ത് കേട്ടോ. ഇതൊക്കെ അനുഭവിക്കുന്നവർക്കറിയാം ആ നാണക്കേടും കാര്യങ്ങളൊക്കെ. നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് നമുക്കൊന്ന് ഇറങ്ങേണ്ടി വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ പോകാൻ നേരത്തെ തയ്യാറെടുത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേച്ച് പോകാൻ നിൽക്കാം. പെട്ടെന്ന് നമ്മളൊന്ന് പോകേണ്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിനൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. അന്നേരം നമുക്ക് ആ മുഖം കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കതിന് ചമ്മൽ വരാറുണ്ട്. വരേണ്ടായിരുന്നില്ല എന്നൊക്കെ നമുക്ക് അവർ ചുമ്മാ നമ്മളെ നോക്കിയാലും നമുക്ക് തോന്നും, ഓ ഇതുകൊണ്ടാണോ ഇനി എന്നെ നോക്കുന്നത് എന്നൊക്കെ തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി വിഷമിക്കേണ്ട കേട്ടോ. ഇത് നല്ലൊരു ടിപ്സാണ്, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഉറപ്പായിട്ടും അതെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് അറിയാം. പെട്ടെന്ന് ഇത് കട്ടി കുറഞ്ഞു വരുന്നതും അറിയാം, ഇത് പോകുന്നതും അറിയാം. അപ്പം അങ്ങനെ പിന്നെ ഉണ്ടാകത്തുമില്ല. ഉപ്പെന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ തലമുടിയാണെങ്കിൽ പോലും ഒരു ഇച്ചിരി ഉപ്പുവെള്ളം ചേർത്താൽ നമുക്കറിയാം പൊഴിയുമെന്നറിയാം. അതെന്ന് പറയുന്നത് ഈ മുഖത്തെ രോമവും അങ്ങനെ തന്നെ അങ്ങ് പോകും. വേദന എടുക്കത്തില്ല കേട്ടോ നമ്മൾ ഈ കളയുന്നത്. നമുക്കങ്ങനെ വലിയ പെയിൻ ഉള്ളതൊന്നും അല്ല, നല്ല ഇതായിട്ട് നമുക്കത് കളയാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്നത്, ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്.
അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.